ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ നമുക്ക് ഇന്നൊന്ന് കറങ്ങാൻ പോയാലോ? ഞാനും ചേട്ടായും കുഞ്ഞുമണിയും കൂടെ ആണ് കേട്ടോ ഇന്ന് കറങ്ങാൻ പോകുന്നത്. പുറത്ത് നല്ല തണുപ്പ്, അതിനെ കൊണ്ട് തൊപ്പിയൊക്കെ ഇട്ട് സുന്ദരിമണിയായിരിക്കാണ് കേട്ടോ. അപ്പൊ കുഞ്ഞുമണിയുടെ വകതി എല്ലാവർക്കും ഹായ്. അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങി അമ്മച്ചിവിടെ ആയപ്പോഴത്തേക്കും ആക്സിഡന്റ് കേട്ടോ. ശരിക്കും സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോഴത്തേക്കും നല്ല തിരക്കും പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളത് നേരെ വീപ്പാക്കിലോട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ അതേ അവിടെ ഗാനസന്ധ്യ നടക്കുമായിരുന്നു. കുറച്ചു നേരം അങ്ങനെ പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നു. പിന്നെ എന്റെ അച്ഛന്റെ മോളുടെ സ്ഥിരം കലാപരിപാടി നടക്കലിലേക്കായി. മോളുടെ താത്തിനൊത്ത് തുള്ളുന്ന അച്ഛനാണ് കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനായിട്ട് കളിക്കാൻ വേണ്ടി. മോൾക്ക് പിന്നെ അച്ഛനെ കിട്ടിയാൽ നമ്മളെയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ അച്ഛനും മോളും ദേ ഇവിടെ നിന്ന് കളിക്കണം. ആ സമയം കൊണ്ട് ഞാൻ ദേ 2-3 പാട്ട് കേൾക്കാന്നും കരുതി ഈ ഗാനസന്ധ്യക്ക് പോയി കേട്ടോ. പിന്നെ ദേ പാട്ട് കേട്ടോണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ 2-3 വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ. അപ്പോഴേക്കും ദേ അച്ഛന്റെ മോളുടെയും കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയാൽ പിന്നെ കുഞ്ഞുമണിക്ക് ജ്യൂസ് വേണം. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. കുഞ്ഞുമണി പറയുന്നത് എന്തോ വേണ എന്തോ വേണ എന്തോ ജ്യൂസാ വേണ്ടേ? എന്തോ ജ്യൂസാ വേണ്ടേ? പപ്പായ ജ്യൂസാ? അപ്പൊ നിങ്ങൾ കുഞ്ഞുമണി പറയുന്നത് കേട്ടിട്ടുണ്ടാവൂലേ? അങ്ങനെ ഞങ്ങൾ ദേ ചിന്നക്കട റൗണ്ടിന്റെ അടുത്ത് നമ്മുടെ സ്ഥിര സ്പോട്ടിൽ വന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കി പറ. പപ്പായ ജ്യൂസാ എന്താ വേണ്ടേ? അപ്പോഴേക്കും കുഞ്ഞുമണി ഓർഡർ ചെയ്ത ഐറ്റം അങ്ങ് എത്തി കേട്ടോ. പുള്ളിക്കാരി ഒരുപാടൊന്നും കുടിച്ചില്ല, കുറച്ചേ കുടിച്ചുള്ളൂ കേട്ടോ. പുള്ളിക്കാരിക്ക് ജലദോഷവും മൂക്കൊലിപ്പും കാരണം ഇരിക്കുകയാണ്. ചേട്ടായി പറഞ്ഞത് സോഡാലയമാണ്. പുള്ളിക്കാരി അതിനകത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുടിക്കാനൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് മരുന്നിട്ടേക്കാ, കുടിക്കില്ലേ, അത് അച്ഛനുള്ളതാന്ന് പറഞ്ഞു. കുഞ്ഞുമണിക്ക് അങ്ങനെ തണുപ്പും അതേണക്ക് തന്നെ സോഡ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കില്ല കേട്ടോ ഞങ്ങള്. അങ്ങനെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ബീച്ചിലേക്ക് വന്നിട്ടോ. കുറെ നാളുകൾക്ക് ശേഷമാണ് ബീച്ചിലേക്ക് വരുന്നത്. ആദ്യം ഞങ്ങൾ എപ്പോഴും വരുന്നത് ബീച്ചിലേക്കായിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങൾ നേരെ വി പാർക്കിലോട്ടാണ് പോകുന്നത്. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ ബീച്ചിലോട്ട് വരും. അങ്ങനെ ദേ മണ്ണിൽ ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞുമണിക്ക് ദേ എന്തെന്നില്ലാത്ത സന്തോഷം. മണ്ണ് വാരി എറിയുന്നു, കളിക്കുന്നു. അച്ഛനെ എറിഞ്ഞിട്ടാണ് ഈ ചിരിയൊക്കെ. സമയം ഇപ്പൊ തന്നെ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കാണ് എനിക്കൊരു ആശയം തോന്നിയത്. എന്താണെന്നല്ലേ, 25-ാം തീയതി അച്ഛന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ഇനി 24 12 മണി കഴിയുമ്പോഴത്തേക്കും ബർത്ത്ഡേ ആയല്ലോ. അപ്പൊ 12 മണിക്ക് കേക്ക് മുറിക്കാന്നുള്ള രീതിയിൽ എത്തി. 11 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ കടകളെല്ലാം നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ പള്ളിമുക്കിലെത്തിയപ്പോഴത്തേക്കും ഹവ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതേ ഇവിടെ എത്തി. വൈറ്റ് ഫോറസ്റ്റിന് ഓർഡർ കൊടുത്തു കേട്ടോ. ½ kg ആണ് പറഞ്ഞത്. അപ്പൊ അവർ പറഞ്ഞ 10 മിനിറ്റത്തേക്ക് താമസം വരെ, ഒന്ന് വെയിറ്റ് ചെയ്യുന്നു ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ ഇരിക്കുകയാണ്. കുഞ്ഞുമണിക്ക് ദേ ഇവിടെ ഇരുന്നിട്ട് ഉറപ്പ് വരുന്നില്ല കേട്ടോ. അങ്ങോട്ട് കിടന്ന് ഓടുന്നു, ഇരിക്കുന്നു, അങ്ങനെ എടുത്തു. പിന്നെ ഒരുവിധം ഞാൻ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരിനെ. ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന് തന്നെ കേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ ദേ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് സർപ്രൈസ് ആയിട്ട് അച്ഛന് കൊണ്ട് കൊടുത്തു കേട്ടോ. അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് മുറിക്കും കേട്ടോ. പക്ഷെ 12 മണിക്ക് കേക്ക് മുറിക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അച്ഛൻ ശരിക്കും മന്ത്രടിച്ചിരിക്കുകയാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ അപ്പവും മോളും കൂടെ കേക്കൊക്കെ മുറിച്ച്. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു ഉമ്മ.